റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ ലേബർ ക്യാബിനറ്റിൽ ഭിന്നത തുടരുന്നു. കഴിഞ്ഞ നവംബറിലാണ് ഇമിഗ്രേഷൻ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ മാസങ്ങൾ പിന്നിടുമ്പോഴും ഇക്കാര്യത്തിൽ നടപടി ആയില്ല. 2023 നെറ്റ് മൈഗ്രേഷൻ 9,06,000 എന്ന റെക്കോർഡ് തൊട്ടതോടെയാണ് നടപടി അനിവാര്യമായി മാറിയത്. ഈസ്റ്ററിന് മുൻപ് പദ്ധതി അവതരിപ്പിക്കുമെന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ മേയിൽ ലോക്കൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് തൽക്കാലം അവതരിപ്പിക്കേണ്ടെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. വിദേശ ഗ്രാജുവേറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്ന കാര്യത്തിൽ ഹോം ഓഫീസും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും തമ്മിലടിക്കുന്നതാണ് പ്രധാന പ്രതിസന്ധി. ഉയർന്ന സ്കില്ലുകൾ ആവശ്യമുള്ള ജോലികൾ ഇല്ലാതെ വിദേശ വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് തുടരാൻ അനുമതി വേണ്ടെന്നാണ് ഹോം സെക്രട്ടറി വെറ്റ് കൂപ്പറിന്റെ നിലപാട്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ തിരിച്ചടിക്കുമ്പോൾ ബിസിനസ്സുകൾക്ക് അല്പം ആശ്വാസം നൽകാനും മന്ത്രിമാർ ആലോചിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് എടുക്കുന്നില്ലെന്ന ആരോപണങ്ങളെ ഡൌണിംഗ് സ്ട്രീറ്റ് തള്ളി. മൈഗ്രേഷൻ വലിയ തോതിൽ ഉയർന്ന് ഗുരുതരമായ നിലയിലാണ്. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് 3 ഇരട്ടി ഉയർന്നു. സിസ്റ്റം കൃത്യമാക്കാനുള്ള പദ്ധതി ഒരുക്കാനാണ് തയ്യാറെടുക്കുന്നത്, സ്റ്റാർമറുടെ വക്താവ് അഭിപ്രായപ്പെട്ടു. ലക്ഷങ്ങൾ കേരള വിസയിലെത്തിയപ്പോൾ കുടിയേറ്റ പ്രതിസന്ധി. വിസ നിയന്ത്രണം കൊണ്ടുവന്നതോടെ ജോലിക്ക് ആളില്ലാത്ത അവസ്ഥയായി. UK-യിലെ കേരള വിസ നൽകുന്ന രീതികളിൽ മാറ്റം വേണമെന്ന ആവശ്യം ലക്ഷങ്ങൾ കേരള വിസയിലെത്തിയപ്പോൾ കുടിയേറ്റ പ്രതിസന്ധി രൂക്ഷമാണെന്ന മുറവിളി ശക്തമായിരുന്നു. അതോടെയാണ് കേരള വിസയിൽ നിയന്ത്രണം കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ ജോലിക്ക് ആളില്ലാത്ത സ്ഥിതിയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധി മറികടക്കാൻ ലക്ഷക്കണക്കിന് പേരെയാണ് കൊണ്ടുവന്നത്. സ്റ്റുഡന്റ് വിസയിലെത്തി കേരള വിസയിലേക്ക് മാറിയവരും ഇതിലുണ്ട്. എന്നാൽ വിസ പുതുക്കാനാകാതെ പലരും മേഖല വിട്ടു. ഇതോടെ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയുമായി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സർക്കാരിന് തലവേദനയാവുകയാണ് പുതിയ പ്രതിസന്ധി. വിദേശ പ്രൊഫഷണലുകൾക്ക് വിസ നൽകുന്നത് രാജ്യത്തിന്റെ ആവശ്യമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. 8 മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് പക്ഷേ 32% താഴെയാണ് വിസ ലഭിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ സർവീസസ്, ഡിഫൻസ്, അഡ്വാൻസ് മാനുഫാക്ചറിംഗ്, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ്, ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി മേഖല, ക്ലീൻ എനർജി മേഖല എന്നിവയിൽ പ്രൊഫഷണലുകളുടെ ക്ഷാമം നേരിടുന്നുണ്ട്. ഹൈലി സ്കിൽഡ് ആയവർ എത്താൻ വിസയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇമിഗ്രേഷൻ വിഷയത്തിൽ സർക്കാർ നിലപാട് നിർണായകമാണ് എന്നും പറയുന്നു. നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള സമ്മർദ്ദം ഇനിയും തുടരും. ഇതിനിടെ ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ പല മേഖലകളിലും ജോലിക്ക് ആളില്ലാത്ത അവസ്ഥയുമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. NHS-ലെ ചെലവ് ചുരുക്കൽ മൂലം ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ 1 ലക്ഷം ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ കാരണമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഇതോടെ ചെലവുകൾ ട്രഷറി വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് NHS മേധാവികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗും പുതിയ NHS മേധാവിയും ഉത്തരവിട്ട ചെലവ് ചുരുക്കൽ പദ്ധതിയും പുനഃസംഘടനയും ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ നിന്നും 1 ലക്ഷത്തിലേറെ തൊഴിലുകൾ നഷ്ടമാക്കുമെന്ന സൂചനയുണ്ട്. തൊഴിൽ നഷ്ടത്തിന്റെ തോത് വൻതോതിൽ ഉയരുമെന്ന് ഉറപ്പായതോടെയാണ് ചെലവുകൾ ട്രഷറി വഹിക്കണമെന്ന് NHS മേധാവികൾ ആവശ്യപ്പെട്ടത്. 2 ബില്യൺ പൗണ്ട് വരെ നഷ്ടം വരുമെന്നാണ് കണക്ക്. കോർപ്പറേറ്റ് പ്രവർത്തനങ്ങളുടെ ചെലവ് ചുരുക്കാനാണ് 215 ട്രസ്റ്റുകളോട് പുതിയ NHS ഇംഗ്ലണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ജിം മാക്കി ഉത്തരവ് നൽകിയിരിക്കുന്നത്. HR, ഫിനാൻസ്, കമ്മ്യൂണിക്കേഷൻസ് എന്നിവയിൽ നിന്നായി 50% ചെലവാണ് ചുരുക്കേണ്ടത്. എന്നാൽ 3% മുതൽ 11% വരെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിലേക്ക് ഈ മാറ്റങ്ങൾ നിർബന്ധമാകുമെന്ന് NHS കോൺഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത് 215 ട്രസ്റ്റുകളിലായി നടപ്പാക്കിയാൽ 41,000 മുതൽ 1,50,700 പേർക്ക് വരെ ജോലി നഷ്ടമാകും. വൻതോതിൽ പണം ലഭിക്കാനാണ് NHS ട്രസ്റ്റുകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് മാത്യു ടൈലർ പറഞ്ഞു. എന്നാൽ രോഗികൾ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നത് കുറയ്ക്കാൻ ഇത് ഉപകരിക്കില്ല. തൊഴിൽ നഷ്ടം മൂലം വരുന്ന ബിൽ അടയ്ക്കാൻ ട്രഷറി NHS ഫണ്ട് സൃഷ്ടിക്കണമെന്ന് ടൈലർ ആവശ്യപ്പെടുകയും ചെയ്തു. UK-യിൽ ഒരു പുതിയ യൂണിവേഴ്സൽ തീം പാർക്ക് നിർമ്മിക്കുമെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു. ബെഡ്ഫോർഡിന് സമീപമുള്ള മുൻ കെംസ്റ്റൺ ഹാർഡ്വിക് ഇഷ്ടികപ്പണികളുടെ സ്ഥലത്താണ് ഇത് നിർമ്മിക്കുക. 2031 തുറക്കുന്നതിന് മുൻപ് 28,000 തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. 476 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ സമുച്ചയം ആദ്യ വർഷത്തിൽ 8.5 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുമെന്നും 2055 ആകുമ്പോഴേക്കും UK സമ്പദ് വ്യവസ്ഥയ്ക്ക് 50 ബില്യൺ പൗണ്ട് വരുമാനം ഉണ്ടാക്കുമെന്നും യൂണിവേഴ്സൽ കണക്കാക്കി. കമ്പനിയുടെ കോടിക്കണക്കിന് പൗണ്ട് നിക്ഷേപം യൂറോപ്പിലെ ഏറ്റവും വലിയ വിനോദ പാർക്കുകൾ ഒന്നായി ബെഡ്ഫോർഡിനെ കാണുകയും കൗണ്ടിയെ ആഗോള വേദിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ പറഞ്ഞു. പുതിയ ജോലികളിൽ ജോലി ചെയ്യുന്നവരിൽ 80% പേരും ബെഡ്ഫോർഡ്ഷെയറിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായിരിക്കുമെന്ന് യൂണിവേഴ്സൽ ഡെസ്റ്റിനേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് അറിയിക്കുകയും ചെയ്തു. മിനിയൻസ്, വീക്കെൻഡ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച യൂണിവേഴ്സലിന് നിലവിൽ US-ലെ ഒർലാൻഡോ, ലോസ് ഏഞ്ചൽസ് എന്നിവിടങ്ങളിലും ജപ്പാനിലെ സൊക്കയിലും സിംഗപ്പൂരിലെ സെന്റോസയിലും ചൈനയിലെ ബീജിംഗിലും തീം പാർക്കുകൾ ഉണ്ട്. യൂറോപ്പിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബ്രാൻഡഡ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ പാർക്ക് എന്നും അറിയിപ്പുകൾ. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർവ്വമായ സമീപനമുണ്ടായാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് ആശാ സമരസമിതി. CPM ജനറൽ സെക്രട്ടറിക്ക് അയച്ച തുറന്ന കത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ സത്വര നടപടിയെടുക്കാനുള്ള അഭ്യർത്ഥന. അതേസമയം സമരം തീർക്കാൻ സർക്കാർ വിട്ടുവീഴ്ച ചെയ്തുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചതെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മറ്റു ട്രേഡ് യൂണിയനുകളുമായി കൂടിയാലോചന ഇല്ലാതെയാണ് ആശമാർ സമരത്തിന് ഇറങ്ങിയതെന്നാണ് MA ബേബിയുടെ മറുപടി.
രാപ്പകൽ സമരം 58 ദിവസം പിന്നിടുമ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണ് തൊഴിൽ മന്ത്രി പറയുന്നത്. 2 മന്ത്രിമാർ സമരക്കാരുമായി ചർച്ച നടത്തി പരമാവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇനി എന്ത് വേണമെന്ന് സമരക്കാർ തീരുമാനിക്കട്ടെ എന്ന് സർക്കാർ നിലപാടും വ്യക്തമാക്കുന്നു. ഇതിനിടെയാണ് സമരം തീർക്കാൻ മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ട് ആശാ സമരസമിതി MA ബേബിക്ക് തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത്. സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 26 ലക്ഷം കുട്ടികൾക്ക് 4 കിലോ വീതം അരി വിതരണം ചെയ്യുന്ന പദ്ധതി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 17,313 മെട്രിക് ടൺ അരിയാണ് ആകെ വിതരണം ചെയ്യുന്നത്. മഹത്തായ ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്ന അധ്യാപകർക്കും പാചക തൊഴിലാളികൾക്കും സ്കൂൾ ഭരണസമിതികൾക്കും മാതാപിതാക്കൾക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും മന്ത്രി നന്ദി അറിയിച്ചു. പട്ടം ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ ഓരോ വർഷവും ഇതിന് വിഹിതം അനുവദിക്കപ്പെടുന്നു. അച്ചാറോ രസമോ മാത്രം ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകുന്ന കാലം കടന്നുപോയി. പയർവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി പോഷകമൂല്യം ഉറപ്പാക്കിയ ഉച്ചഭക്ഷണ മെനുവാണ് ഇന്ന് കുട്ടികൾക്ക് ലഭ്യമാകുന്നത്. 2200 സ്കൂളുകളിലാണ് പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയത്. ഇത്തരം പദ്ധതികൾക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസുകളിൽ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന റവന്യൂ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മണ്ണഞ്ചേരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ അമ്പലപ്പുഴ താലൂക്കിലെ മണ്ണഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. റവന്യൂ വകുപ്പ് ഇനി മുതൽ ഈ സർവീസിലേക്ക് മാറുകയാണ്. രേഖകളുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകൾ ക്യൂ നിൽക്കാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്മാർട്ട് നമ്പറും QR കോഡും ചിപ്പും ഘടിപ്പിച്ച ATM കാർഡിന്റെ വലിപ്പത്തിലുള്ള സ്മാർട്ട് കാർഡുകൾ സഹായിക്കും. 10 രാജ്യങ്ങളിലുള്ളവർക്ക് റവന്യൂ കാർഡ് ഗുണഭോക്താക്കളാകാൻ കഴിയും. റവന്യൂ വകുപ്പ് അവതരിപ്പിക്കുന്ന ഈ സാക്ഷരതയിലൂടെ കേരളത്തിലെ 87 ലക്ഷം വീടുകളിൽ ഒരു വീട്ടിലെ ഒരാൾക്കെങ്കിലും ഓൺലൈനിലൂടെ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷി വ്യക്തികൾക്കും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ആക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് എന്നും മന്ത്രി പറഞ്ഞു. ഇനി സ്പോർട്സ് വാർത്തകൾ. ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ ക്വാർട്ടർ ഫൈനലിൽ സ്വന്തം മൈതാനമായ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ 15 തവണ ജേതാക്കളായ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് ആഴ്സണൽ. അവിശ്വസനീയമായ രാത്രിയിൽ റയലിന് ആഴ്സണലിന് മുമ്പിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനായില്ല. ആദ്യം തോമസ് പാർട്ടിയുടെ ഷോട്ട് രക്ഷിച്ച താരം പിന്നീട് ഇരട്ട സേവിലൂടെ റൈസിന്റെ ഹൈഡറും മാർട്ടിനെല്ലിയുടെ ഷോട്ടും തകർത്തു. ഗബ്രിയേൽ പരിക്കേറ്റ് പുറത്തുപോയതിനാൽ ഇറങ്ങിയ കിവിയോറിനെ മറികടന്ന എംബാപ്പയുടെ ഒരു ശ്രമം അതിന് ഇടയിൽ ആഴ്സണൽ ഗോൾ കീപ്പർ ഡേവിഡ് റേയും രക്ഷിച്ചു. ഉഗ്രൻ ഫോമിലുള്ള കോർട്ടോ ആഴ്സണലിന് മുമ്പിൽ മതിൽ ആയപ്പോൾ ആ മതിൽ തകർക്കാൻ അവിശ്വസനീയം എന്ന് മാത്രം വിളിക്കാവുന്ന പ്രകടനമാണ് പിന്നീട് ഡാക്ലൻ റൈസിൽ നിന്ന് കണ്ടതും. ഷാക്കയെ വീഴ്ത്തിയതിന് ലഭിച്ച ഫ്രീ കിക്ക് റൈസ് 58ാമത്തെ മിനിറ്റിൽ റയൽ ടീം മതിലിനെ മറികടന്ന് വളച്ച് അടിച്ച് വലയിൽ കയറ്റുമ്പോൾ റയൽ ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനായില്ല. തുടർന്ന് അവിസ്മരണീയമായ ഗോൾ കീപ്പർ മികവാണ് കോർട്ടിയോ നടത്തിയത്. സ്കെലിയുടെ മികച്ച കളിയിൽ നിന്ന് ലഭിച്ച അവസരത്തിൽ മാർട്ടിനെല്ലിയുടെ ഷോട്ട് തടഞ്ഞ റയൽ ഗോൾ കീപ്പർ മെറീനോയുടെ ഗോൾ എന്നുറപ്പിച്ച് റീബൗണ്ടും തടഞ്ഞു. അതിനു മുൻപ് മെറീനോയുടെ ശ്രമം ഗോൾ ലൈനിൽ നിന്ന് ഡേവിഡ് അലാബയും ലക്ഷിച്ചിരുന്നു. 111.09 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.